ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. ഇന്നൊരു വെറൈറ്റി വാൾ ആർട്ടായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ റെസിൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വാൾ ആർട്ട് ചെയ്യാം. അത് നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത് അവർ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അവരുടെ ബോർഡ് സൈസും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് പിന്നെ ആ സൈസിനനുസരിച്ച് ആ ഒരു വാൾ ആർട്ട് അവിടെ ആ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് ഈ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വാൾ ആർട്ട്. അപ്പോൾ പുട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാൾ ആർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ UV ബോർഡ് പിന്നെ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ UV ബോർഡ് എവിടെ നിന്ന് കിട്ടുന്നത്. അത് ബോർഡ് വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമ്മൾ ആദ്യം തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ വാൾ ആർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പെയിൻ്റ് അല്ല, അക്രിലിക് പെയിൻ്റ് അല്ല, പിന്നെ ഗസ്സോ ബ്ലാക്ക് ഗസ്സോ ആണ് നമ്മൾ എന്താക്കുന്നത് അടിച്ചു കൊടുക്കുന്നത്. അത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്പോഞ്ച് ബ്രഷ് യൂസ് ചെയ്തിട്ട് റോളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പെയിൻ്റ് അടിച്ച് കഴിയും. അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു റോളർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗസ് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ആദ്യം പകുതി ഭാഗത്താക്കി കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ അടിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഗസ്സോ എന്നുള്ളത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അത് നമുക്കൊരു കണക്കിന് യൂസ്ഫുള്ളാണ്, കാരണം നമുക്ക് പെയിൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പക്ഷേ നേരെ മറിച്ച് നമ്മൾ അവിടെ വെച്ചിട്ട് ഇപ്പുറത്ത് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്ത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ആദ്യം ഒരു സൈഡ് കവർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സൈഡ് ബാക്ക്ഗ്രൗണ്ട് റോൾ ചെയ്യുക കേട്ടോ, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇനി അതിൻ്റെ ബോർഡറും ഇതുപോലെ കണ്ടോ ഈ ഒരു തിക്നെസ് വരുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലുള്ള ആ ഒരു ബോർഡർ നമ്മൾ എന്താക്കുന്നുണ്ട് ബ്ലാക്ക് ഗസ്സോ വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ള് നമ്മൾ കോട്ടിങ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ടെക്സ്ചർ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ സെയിം ബ്ലാക്ക് ഗസ്സോ വെച്ചിട്ടാണ് ഇതുപോലെ ഒരു ടെക്സ്ചർ സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്പോഞ്ച് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടെക്സ്ചറാണത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരാണ്, കാരണം നമ്മൾ ഇപ്പം അടിച്ചതേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് തന്നെ അത് നമുക്ക് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ഗസ്സോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ടെക്സ്ചർ ഇതുപോലെ സ്പോഞ്ച് വെച്ച് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെൻസിലോട് നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈന് ഒന്ന് പെൻസിലോട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വരക്കാം. ഇനി എനിക്ക് വേണ്ട ഡിസൈൻ അനുസരിച്ച് ഞാനിവിടെ ഒരു ഫ്ലവർ പെറ്റൽസ് ആ ഒരു ഡിസൈനാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വാൾ പുട്ടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് kg 25 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1/2 കിലോന് 25 റുപ്പീസ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ടി യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫെവിക്കോളും ആഡ് ചെയ്യണം. ഫെവിക്കോളും കുറച്ച് വെള്ളവും ഇട്ട് ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പുട്ടി റെഡിയാക്കി എടുക്കുന്നത്. കാരണം ഫെവിക്കോൾ ഇട്ടാൽ മാത്രമേ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കൂ. അതുകൊണ്ട് ഫെവിക്കോൾ എന്തായാലും ഇടണം. ഇത് മൂന്നും മിക്സ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് പറഞ്ഞാൽ മിക്സ് ആക്കുമ്പോൾ പ്രത്യേകം നല്ലോണം വെള്ളമായി പോകാനും പാടില്ല, എന്നാൽ നല്ലോണം പിന്നെ ലൂസായി പോകാനും പാടില്ല, എന്നാൽ നല്ലോണം കട്ടിയായിട്ട് തിക്കായിട്ടും പാടില്ല. നമ്മളൊരു മെയിലാഞ്ചിയൊക്കെ അരക്കൂലേ, മെയിലാഞ്ചീൻ്റെ ഒരു രൂപം ഉണ്ടാവില്ലേ, ആ ഒരു ടെക്സ്ചറിൽ വേണം, ആ ഒരു മെഷറിൽ വേണം നമ്മൾ അത് മിക്സാക്കി എടുക്കാൻ കേട്ടോ. ആ ഒരു മെയിലാഞ്ചി വെക്കുന്ന പോലെ തന്നെയാണ് ഈ വാൾ ആർട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മെയിലാഞ്ചിയൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ വാൾ ആർട്ടൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾ ആർട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ മെയിലാഞ്ചി ഇടുന്ന പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വാൾ ആർട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കത്തി വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ട രീതിക്ക് നമ്മൾ മെയിലാഞ്ചിയൊക്കെ കട്ട് ചെയ്യൂലേ, അതുപോലെ തന്നെ മെയിലാഞ്ചി കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അത് വലിയ ഹോൾസ് ആക്കരുത്, ചെറിയ നിബ്ബ് വരുന്ന രീതിയിലുമാണ് നമ്മൾ ഹോൾസ് ആക്കിയിട്ട് ഇതാക്കി കൊടുക്കാൻ കേട്ടോ. ഇതെൻ്റെ ഒരു ആദ്യത്തെ പരീക്ഷണം കൂടിയാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ റെസിനിൽ വാൾ ആർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ എനിക്കുണ്ട്. ഒരു പരീക്ഷണമാണ് ഇത്, സക്സസ് ആവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം കൂടി ആയിരുന്നു ഇത്. അപ്പോൾ
നമ്മൾ ആ ഒരു ആദ്യം റെസിൻ ആയിക്കൂല, ആദ്യം നമ്മൾ വേണ്ട പുട്ടിങ് ടെക്സ്ചറൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡേ ബൈ ഡേ വെച്ചാണ് ഓരോരോ വർക്കും പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്ത് തീർച്ചത്. ഇത്രയും ഹോൾസ് ആക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ഹോൾസ് ആക്കിയിട്ട് അതിൻ്റെ വായുവും എയറൊക്കെ കളയണം. എന്നിട്ട് നമുക്ക് വേണ്ട, നമ്മൾ നേരത്തെ പെൻസിലോട് വരച്ച് ഒരു ഡിസൈൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഡിസൈൻ അനുസരിച്ച് നമ്മൾ പുട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ആ ഫ്ലവറിൻ്റെ എന്താ പറയണ്ടേ, പൂമ്പൊടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാർട്ടാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ബാക്കിയൊക്കെ പെറ്റൽസ് ഒരു നമ്മുടെ ചെമ്പരത്തീൻ്റെ ഒക്കെ പെറ്റൽസ് പോലെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ ഇതുപോലെ നമ്മൾ പുട്ടി വെച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ നോർമലി മെയിലാഞ്ചി ഇടൂലേ, പല ഡിസൈനിലും മെയിലാഞ്ചി ഇടൂലേ, അതുപോലെ ഈ ഒരു പുട്ടി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാക്കി കൊടുക്കുന്ന അറ്റ് സെയിം ടൈം തന്നെ കുറച്ച് കഴിയുമ്പം തന്നെ നമ്മൾ എന്താക്കണം, ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൽ വെള്ളമാക്കിയിട്ട് ഇതുപോലെ നമ്മളെ ഷേപ്പ് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. നേരിയ ബ്രഷ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ ഈ ഒരു വർക്ക്. പിന്നെ നമ്മൾ ആ ഒരു ലൈനിട്ട ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ പുട്ടിയോട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തൊക്കെ അവിടെയൊക്കെ പുട്ടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെയിം ഡിസൈന്, അതായത് ഈ ഒരു നേരിയ തിക്നെസ്സിൽ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്, പുട്ടി വെച്ചിട്ട് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് നമ്മൾ ആ ബോർഡറൊക്കെ ചെയ്തിട്ട് ഒരു പൂവിൻ്റെ ഡിസൈന്, ഒരു എക്സാക്റ്റ് പൂവെന്ന് അറിയില്ല, ഒരു ആസ്തറ്റിക് സംഭവം ആ ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ആ ഒരു ഡിസൈനിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കൽ കൂടി ബ്ലാക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്യണം. കാരണം പുട്ടിയൊക്കെ ഇതാക്കിയിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവിടെയൊക്കെ വൈറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ബ്ലാക്ക് ഒന്ന് ഫുള്ളായിട്ട് ബാക്കിയുള്ള ബാലൻസ് ഭാഗത്ത് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മളിത് മൊത്തത്തിൽ ആ ഒരു പുട്ടി വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 1 hour 2 hour മതി അത് ഡ്രൈ ആയി കിട്ടാൻ. എന്നാലും ഒരു സേഫ്റ്റിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതെന്ത് ചെയ്യണം, ഒരു ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് അതിൻ്റെ മേലെ കൂടി പിന്നെയും നമ്മളിപ്പോൾ തേപ്പിനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കൂലേ, അതുപോലെ ഇത് നല്ലതായിട്ട് ഉറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താക്കണം, ഒരു 15 മിനിറ്റ് കൂടുന്തോറും നമ്മൾ വെള്ളം ഒരു ബ്രഷിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മേലെ കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് സ്ലോ ആയിട്ട് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, ആ പുട്ടി ഇളകി വരുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അത് നല്ല സ്ട്രോങ് ആൻഡ് തിക്കായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ദിവസം മൊത്തം ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ഒരു ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഗമ്മ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ലീവ്സ് ഇല്ലേ, സിൽവർ ലീവ്സ്, ഗോൾഡൻ ലീവ്സ്, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന ഗമ്മാണ്. അപ്പോൾ ആ ഒരു ഗമ്മ് നമുക്ക് വേണ്ട ഭാഗത്തൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് വേണ്ടാത്ത സ്ഥലത്ത് ഇത് ഇൻ കേസ് നമ്മൾ കൈതട്ടി ഇത് ആയിപ്പോയിനെങ്കിൽ അവിടെയും ആ ഗോൾഡൻ ലീവ്സ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഗമ്മ് ആക്കി കൊടുക്കാൻ. ഇതുപോലെ നേരെ ബ്രഷ് വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതാണ് ഗോൾഡ് ലീവ്സ്. നമുക്ക് ഈ ഗോൾഡ് ലീവ്സ് ഇതുപോലെ ആ ഗമ്മ് ഒന്ന് ഇതായതിന് ശേഷം ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഗോൾഡ് ലീവ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പുട്ടിയോട് ചെയ്ത ആ ഡിസൈൻ്റെ മീത്തെ ഫുള്ളായിട്ട് എന്താക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗത്തും സൈഡിലും അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ട് ഗോൾഡ് ലീവ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്രഷ് വെച്ചിട്ട്, ഒരു വലിയ ബ്രഷ് വെച്ചിട്ട്, നമ്മളെ മേക്കപ്പിനൊക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ, ആ ഒരു ടൈപ്പ് ബ്രഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് എന്താക്കിയാൽ മതി, ഒന്ന് ഇതുപോലെ നമ്മൾ കളഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ എന്താവും, ഗമ്മ ആയ സ്ഥലത്ത് മാത്രം അത് സ്റ്റിക്കായിട്ടുണ്ടാവും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അത് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ റിമൂവ് ആയിട്ട് പോകും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു അത്യാവശ്യത ഈ ഒരു ടൈപ്പ് ബ്രഷാണ്. എന്തിനാ വെച്ചാൽ നമ്മൾ ഇനി വൈറ്റ് ഗസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഷെയ്ഡിങ് പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ മെയിലാഞ്ചൊക്കെ ഇടുമ്പോൾ ഷെയ്ഡ് ചെയ്യൂലേ, അതുപോലെ നമ്മളിനി വൈറ്റ് വെച്ചിട്ട് ബ്ലാക്കിന് വൈറ്റ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതുപോലെ ഒന്ന് ലീവ്സ് ആണെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടി വൈറ്റ് വെച്ചിട്ട് വൈറ്റും ബ്ലാക്കും മിക്സാക്കി ആ ഒരു ഷെയ്ഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പെയിൻ്റൊക്കെ ചെയ്യുന്നവർക്ക് അത് ഈസി ആയിരിക്കും കുറച്ചും കൂടി. അപ്പോൾ അതുപോലെ നമ്മൾ ബ്ലാക്കും അടക്ക മിക്സാക്കി അതുപോലെ വൈറ്റും മിക്സാക്കി ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അറ്റ് ദ സെയിം ടൈം അതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് റെസിനെ ഇതിന് വേണ്ടു, പിന്നെ ഇത്രയും മതിയാവും, ഒരു 46 അത്ര മതിയാവും കേട്ടോ. ഇത്ര റെസിന് നമ്മളൊന്ന് മിക്സാക്കിയിട്ട് അവിടെ സൈഡിൽ ബബിൾസ് റിമൂവ് ആവാൻ വേണ്ടി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞ് ബാഗിൽ കണ്ടില്ലേ, ഇനി നമ്മളൊരു ഗോൾഡൻ മാർക്കർ യൂസ് ചെയ്തിട്ട് അതിന് കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സെൻറ്ററിലും. അതുപോലെ ആ ലീവ് ഇല സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ താഴെ ഭാഗത്തും അങ്ങനെ കുറച്ച്
നമ്മൾ ഗോൾഡൻ ലൈൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു എന്താ പറയണ്ടേ, ഒരു എക്സ്ട്രാ ഓർഡിനറി ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് ആ ഒരു സമയമാകുമ്പോൾ എന്താവും, നമ്മുടെ നേരത്തെ മാറ്റി വെച്ച റെസിനില്ലേ അതിൻ്റെ ബബിൾസൊക്കെ ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഫൈനൽ വർക്കാണ്. ഫൈനൽ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോപ്പ് കണ്ടോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ വെള്ളം കുടഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതായത് നമ്മൾ ഒരു സാധനത്തിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം കുടഞ്ഞാൽ ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ നിൽക്കൂലേ, ഒരു 3D പോലെ. അപ്പോൾ ആ ഒരു ഡിസൈൻ കൊണ്ടുവരാനാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ആ ഒരു ഡിസൈനിൽ നമ്മൾ ഇങ്ങനെ ഡ്രോപ്പ് ആക്കി ഇങ്ങനെ കുടഞ്ഞാൽ മതി. ജസ്റ്റ് ആ ഒരു ഡ്രോപ്പർ വെച്ച് കുടഞ്ഞാൽ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടും. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണ്ട, ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ വാൾ ആർട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ള് റെസിൻ ഇതുപോലെ കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കുടഞ്ഞു കൊടുക്കണം. അതായത് നമുക്കിത് ഫൈനൽ റിസൾട്ട് പറയുന്നത് ഒരു വാൾ ആർട്ടിന് മേലെ വെള്ളം കുടഞ്ഞ എഫക്റ്റ്, ആ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നോക്കിയാലോ.